കമ്പനി സൂയിസുമായി ഏർപ്പെട്ട കരാർ കൊച്ചിക്കാരുടെ കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്ക. കൊച്ചി കോർപ്പറേഷനിലെ കുടിവെള്ള വിതരണം ഏറ്റെടുത്ത സൂയിസ് കമ്പനിയുടെ കരാറിൽ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥലങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് വ്യവസ്ഥയില്ല. പകരം സംവിധാനം ഒരുക്കാതെ അറ്റകുറ്റപ്പണികൾ തുടർന്നാൽ കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ളം കിട്ടാക്കനിയാകും. കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള വിതരണ ചുമതലയാണ് ഫ്രഞ്ച് കമ്പനിയായ സൂയിസിന് നൽകിയിരിക്കുന്നത്. 10 വർഷത്തേക്ക് 1241 കോടി രൂപയുടെ കരാറിലാണ് കമ്പനിയുമായി ഏർപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ കരാർ പ്രകാരം കമ്പനി കോർപ്പറേഷൻ ഡിവിഷനുകളിലെ പൈപ്പുകളുടെ അറ്റകുറ്റപ്രവൃത്തികളും ആരംഭിച്ചിരുന്നു. സൂയിസ് കമ്പനിയുമായുള്ള കരാർ വ്യവസ്ഥകൾ പ്രകാരം നിലവിലുള്ള പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ, ഉപഭോക്താക്കളുടെ സർവേ, അസറ്റ് മാപ്പിംഗ്, ഡിസൈൻ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക. 1 വർഷത്തിന് ശേഷം മാത്രമാകും കരാർ പ്രകാരം പുതിയ പൈപ്പ് ലൈനുകളുടെ പ്രവർത്തികൾ തുടങ്ങുക. എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന സ്ഥലങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് കരാറിൽ വ്യവസ്ഥകളില്ല എന്നത് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ പകരം സംവിധാനം ഒരുക്കേണ്ടതാണ്. ടാങ്കർ ലോറിയിൽ ജലവിതരണം നടത്തി താൽക്കാലിക പരിഹാരം കാണാനുള്ള വ്യവസ്ഥ പോലും ഉൾപ്പെടുത്താതെയാണ് വിദേശ കമ്പനിക്ക് കൊച്ചിയുടെ കുടിവെള്ള വിതരണ ശൃംഖല തീറെഴുതി നൽകിയിരിക്കുന്നത്. കുടിവെള്ള പ്രശ്നങ്ങൾക്ക് അറുതിയില്ലാത്ത കൊച്ചിയെ വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന കരാറിലാണ് വാട്ടർ അതോറിറ്റി ഏർപ്പെട്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.